രക്ഷാപ്രവർത്തനം കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ MLA ആയിട്ടുള്ള തോമസിനെ അടക്കം വളരെ ക്രൂരമായി പിണറായി വിജയന്റെ ഗൺമാൻമാർക്ക് മർദ്ദിക്കേണ്ട യാതൊരു കാര്യമില്ല. മുഖ്യമന്ത്രി പോയതിനു ശേഷം ഗൺമാൻ വന്ന് മർദ്ദിക്കുക, ക്രൂരമായി മർദ്ദിച്ചതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രതികളായ ഗൺമാൻ അടക്കമുള്ള ആളുകളെ, അതിന് കൂട്ടുനിന്ന ആളുകളെ പോലീസുകാർക്ക് ഒരു അടി കിട്ടി. ഗവൺമെന്റ് ശിക്ഷിക്കണം എന്നത് കോൺഗ്രസിന്റെ UDFന്റെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അത് കറക്റ്റുമാണ്. കാരണം ആ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. ഇത്ര തെറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ല. പക്ഷേ LDF ഗവൺമെന്റ് കാലത്ത് ആ കേസ് പരമാവധി മറിക്കാനും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എടുത്ത FIR അടക്കമുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്യാനും അത് അട്ടിമറിക്കാനും അന്നത്തെ ADGP ലോ ആൻഡ് ഓർഡർ ആയിരുന്ന MR അജിത് കുമാർ ശ്രമിച്ചു എന്നത് വളരെ വളരെ വലിയൊരു ആരോപണമായി ഇവിടെ ഉയർന്നു നിൽക്കുന്നു. MR അജിത് കുമാർ നമുക്കറിയാം, LDF സർക്കാരിന്റെ കാലത്ത് തന്നെ വലിയ തോതിൽ വിവാദമായ ആളാണ്. അദ്ദേഹത്തിന്റെ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ RSS ആളുകളെ കാണുന്നതുമായി ബന്ധപ്പെട്ടും പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും ഒക്കെ CPI അടക്കം അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രിയും CPM-ഉം തയ്യാറായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ പ്രത്യുപകാരമാണ് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാരെ സംരക്ഷിച്ച ADGP എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് മാറിയപ്പോൾ SIT, ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ SIT വെച്ച് അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ പഴയ കുറ്റപത്രം, പുതിയ കുറ്റപത്രം, കേസ് ഡയറി എല്ലാം എടുത്തിട്ടുണ്ടാവും. എല്ലാം എടുത്ത് അന്വേഷിച്ചു. അന്വേഷണത്തിൽ കുറ്റക്കാരായ ഗവൺമെൻ അതുപോലെയുള്ള ആളുകൾ അവരുടെ പേര് കണ്ടെത്തി. ഇവരെ രക്ഷിച്ച ആളുകൾ എന്ന അർത്ഥത്തിൽ അവിടെ അജിത് കുമാറിന്റെ റൂമിൽ ചെന്ന് ഇവര് ഈ ചാർജുകളും കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം അവരെ വല്ലാതെ ശാസിച്ചുവെന്നും അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ബോധം കെട്ട് വീണു എന്നൊക്കെയാണ് കഥ. ഏതായാലും അജിത് കുമാർ ഇടപെട്ടു എന്ന് ഈ സംഘത്തിന് ബോധ്യമായി. അങ്ങനെ ബോധ്യപ്പെട്ട് അദ്ദേഹത്തെ കൂടി ചാർജ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ച് ആ വിശദീകരണം കൂടി നേടി ഇത് DGP പ്രഭുദ ചന്ദ്രശേഖരന്റെ കയ്യിൽ കൊടുക്കുന്നു. പ്രഭുദ ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനെ സഹായിക്കുമെന്നുള്ള ചോദ്യം. രണ്ടാമത്തെ വിഷയം, ഇത് ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പ് 100% ഉറപ്പാക്കണം. അത് ഏത് ഉദ്യോഗസ്ഥന്റെയും ജോലിയാണ്. കാരണം എന്താ, പണ്ട് സെൻകുമാറിനെതിരായി LDF ഗവൺമെന്റ് നടപടി എടുത്തിട്ട് അവസാനം കോടതി തിരിച്ച് സെൻകുമാറിനെ തിരിച്ചു കൊണ്ടുവന്നൊരു കഥ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് സതീശൻ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റിന് തിരിച്ചടി എന്ന് പറയില്ലേ. അജിത് കുമാറിനെതിരെ നടപടി എടുത്താൽ അജിത് കുമാർ ഈ മാസം കഴിയുമ്പോൾ DGP ആവണ്ടാണ്. DGP ആവാൻ സാധ്യതയുള്ള ആളുകൾ 3 ആളുകളിൽ ഒരാളാണ്. മനോജ് എബ്രഹാമും ശ്രീജിത്തും അജിത് കുമാറുമാണ് ഇങ്ങനെ നെക്ക് ടു നെക്ക് നിൽക്കുന്നത്. അജിത് കുമാർ ആയില്ലെങ്കിൽ ഇതിൽ രണ്ടാലും ഒരാളാവും. അതാരാവും എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനമാണ്. അങ്ങനെ ആവുമ്പോൾ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെങ്കിൽ, അദ്ദേഹത്തിന് DGP റാങ്കിലേക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ അതിന് കൃത്യമായ കാരണം വേണം. അതിന് അദ്ദേഹത്തിനെതിരെ ചാർജ് ഉണ്ടാവണം. ആ ചാർജ് കുറ്റം ഫ്രെയിം ചെയ്യുന്നത് വളരെ കൃത്യമായും പഴുതുകളില്ലാതെയും വേണം എന്ന് പ്രഭുദ ചന്ദ്രശേഖരോ ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ തീരുമാനിച്ചാൽ അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേസാണ്. ലേറ്റ് ആയിട്ട് ആ കേസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ അവധാനതയോടെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറയുന്നത്. അതിനവരെ കുറ്റം പറയുന്നില്ല ഞാൻ. പക്ഷേ ഇതിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അവരെയൊക്കെ രക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സർക്കാർ. നമുക്ക് മുമ്പറിയാം, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭയം കോൺഗ്രസ്സുകാരിൽ പ്രത്യേകിച്ചും സാധാരണ പൗരന്മാരിലും ഉണ്ട് എന്ന് പറയാതെ വയ്യ. ഇത് പോകുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി ഇല്ലാതെ വരികയാണെങ്കിൽ അത് വലിയ തോതിൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഞാണിൽ മേൽക്കളി, അല്ലെങ്കിൽ 2 വശത്തുനിന്നുള്ള സമ്മർദ്ദം, ഒന്ന് ഇത് തിരിച്ചടിക്കാൻ പാടില്ല എന്ന സമ്മർദ്ദം, മറ്റൊന്ന് രാഷ്ട്രീയമായി ശരിയായ ഒരു കാര്യം ചെയ്യണം എന്ന സമ്മർദ്ദം. ഇതിൽ ഏത് വഴി മുമ്പോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത് ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അത് ഇത്തിരി വൈകിയാലും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഉണ്ടാവും.